പങ്ങാരപ്പള്ളി ആതിര കലാസാംസ്കാരിക സമിതിയുടെ 42ാമതും ഗ്രാമീണ വായനശാലയുടെ 35ാമതും വാർഷികാഘോഷങ്ങൾ ജനുവരി 12 ഞായറാഴ്ച നടക്കും. വൈകിട്ട് 5:30 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പ്രശസ്ത പ്രഭാഷകനും മോട്ടിവേറ്ററുമായ വി.കെ. സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്യുമെന്ന് ആതിര കലാസാംസ്കാരിക സമിതി രക്ഷാധികാരി പി.എ. അച്ഛൻകുഞ്ഞ്, ആതിര ഗ്രാമീണ വായനശാല പ്രസിഡന്റ് എം.എം. അബ്ബാസ്, ലൈബ്രറിയൻ എം.ആർ. സജി, സി. ദേവദാസ് എന്നിവർ ചേലക്കരയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പങ്ങാരപ്പള്ളി ആതിര കലാസാംസ്കാരിക സമിതിയുടെയും ഗ്രാമീണ വായനശാലയുടെയും സംയുക്ത വാർഷികം 2025 ജനുവരി 12 ഞായറാഴ്ച സമുചിതമായിട്ട് ആഘോഷിക്കുകയാണ്. പങ്ങാരപ്പള്ളിയിലെ കലാസാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് ഏകദേശം ഒരു 40ഓളം വരുന്ന ആളുകൾ ചേർന്ന് രൂപീകൃതമാക്കിയതാണ് ഈ കലാസാംസ്കാരിക സമിതി എന്നുള്ള ഈ സംഘടന. ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് ഇതിൻ്റെ വാർഷികം കൊണ്ടാടി വരുന്നത്. 1982 ധനുമാസത്തിലെ ഒരു തിരുവാതിര നാളിൽ രൂപീകൃതമായതുകൊണ്ടാണ് ഇതിന് ആതിര എന്നുള്ള പേര് നിർദ്ദേശിച്ചത്. കലാസാംസ്കാരിക രംഗങ്ങളിലും അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഈ സംഘടന വളരെ സജീവമായി ആ ഗ്രാമപ്രദേശങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ വാർഷികം ഈ വരുന്ന ജനുവരി 12 ഞായറാഴ്ച പ്രസിദ്ധ പ്രഭാഷകനും മോട്ടിവേറ്ററുമായിട്ടുള്ള ശ്രീ വി.കെ. സുരേഷ് ബാബു, കോഴിക്കോട് വടകരയിലാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. സമൂഹ മാധ്യമങ്ങളിലൂടെ ഒക്കെ വളരെയധികം ശ്രദ്ധേയനായിട്ടുള്ള അദ്ദേഹം നമ്മുടെ സാംസ്കാരിക പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ശ്രവിക്കുന്നതിന് വേണ്ടി എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ അന്നേ ദിവസം സാംസ്കാരിക സമ്മേളനം തുടങ്ങുന്നതിന് മുൻപായി കലാസാംസ്കാരിക സമിതിയുടെയും ഗ്രാമീണ വായനശാലയുടെയും വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഒരു നൃത്ത സന്ധ്യ ഏകദേശം ഒരു 30ഓളം കലാകാരികൾ ചേർന്നുകൊണ്ട് സാംസ്കാരിക സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പായിക്കൊണ്ട് ഒരു ഫ്യൂഷൻ ഡാൻസ് സംഘടിപ്പിക്കുന്നുണ്ട്. അതിലേക്കും എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അതുപോലെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിട്ട് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ കെ.എം. അഷ്റഫ് അദ്ദേഹമാണ് പങ്കെടുക്കുന്നത്. രാത്രി 7 മണിക്ക് തിരുവനന്തപുരം നടനസഭ അവതരിപ്പിക്കുന്ന പ്രസിദ്ധമായിട്ടുള്ളൊരു നാടകം റിപ്പോർട്ട് നമ്പർ 79 ഒരുപാട് വേദികളിൽ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഏറ്റവും നല്ല നാടകമാണ്. ആ നാടകവും കാണുന്നതിന് വേണ്ടി എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. കലാസാംസ്കാരിക സമിതി രൂപീകരിച്ച ആ വർഷം മുതൽ ഏകദേശം 40ഓളം അംഗങ്ങളാണ് അതിലുണ്ടായിരുന്നത്. പല കാരണങ്ങളെ കൊണ്ട് അതിലേക്ക് പ്രവർത്തിക്കാൻ സാഹചര്യം അനുകൂലമല്ലാത്തത് കൊണ്ട് നിരവധി ആളുകൾ അതിൽ നിന്ന് വിട്ടുപോയി. അവശേഷിക്കുന്ന 4 പേരാണ് ഇപ്പോൾ ആ സംഘടനയിലുള്ളത്. അതിൻ്റെ രക്ഷാധികാരി കൂടിയായിട്ടുള്ള ശ്രീ അച്ഛൻകുഞ്ഞേട്ടനാണ് അതിലൊരാൾ. അതുപോലെ ശ്രീ ദേവദാസ്, ശ്രീ പി.എ. ഉദുമാൻ, അതുപോലെ കെ.ആർ. അപ്പു, ഇങ്ങനെ 4 പേരാണ് പ്രാരംഭകാലം മുതലുള്ള അതിൻ്റെ സംഘാടകർ. അതിനുശേഷമൊക്കെ കടന്നു വന്നിട്ടുള്ളതാണ് ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ. എന്തായാലും ഈ സാംസ്കാരിക പരിപാടിയും ഞങ്ങളുടെ വാർഷികാഘോഷത്തിലേക്കും എല്ലാ നല്ലവരായ ആളുകളെയും വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആതിര കലാസാംസ്കാരിക സമിതി രൂപീകൃതമായിട്ട് 42 വർഷമായി. 1982 ആദ്യമായി ആതിര കലാസാംസ്കാരിക സമിതിക്ക് രൂപം കൊടുക്കുന്നത്. അന്ന് മുതൽ പങ്ങാരപ്പള്ളി പ്രദേശത്ത്, പ്രത്യേകിച്ച് ഏലക്കര ഒരു പരിധിവരെ എല്ലാവിധമായ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ആതിര മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതായത് പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനായാലും വിദ്യാഭ്യാസപരമായ ഉന്നമനത്തിനായാലും എല്ലാ രീതിയിലും വിദ്യാഭ്യാസപരമായ ഉന്നമനത്തിന് തുടക്കകാലങ്ങളിൽ 83 മുതൽ 90-95 വരേക്കും ഈ വെക്കേഷൻ ടൈമുകളിൽ ആതിരയുടെ നേതൃത്വത്തിൽ 1 മുതൽ 10 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ, അങ്ങനെ രീതിയിലും വിദ്യാഭ്യാസ പരമായ രീതിയിൽ നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനം നമ്മൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതേപോലെ പാവപ്പെട്ടവരെ വിവാഹങ്ങൾ വന്നു കഴിഞ്ഞാൽ വിവാഹ ധനസഹായവും നമ്മുടെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ ചികിത്സാ സഹായം, ഇങ്ങനെ ചികിത്സാ സഹായം, വിവാഹ ധനസഹായം ഇപ്പോഴും നമ്മൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നാടിൻ്റെ സർവോന്മുഖമായ ഉന്നമനത്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ടും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആതിര കലാ സാംസ്കാരിക സമിതി എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെട്ടൊരു സംഘടനയാണ്.
ജാതിമത രാഷ്ട്രീയത്തിന് അതീതമായി പൊതുനന്മയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ആതിര കലാ സാംസ്കാരിക സമിതി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വായനശാല അത് രൂപം കൊണ്ടിട്ട് 36 വർഷമായി. അതിൻ്റെ പ്രവർത്തനവും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലും എല്ലാവരെയും സംഘടനത്തോടു കൂടിയിട്ടാണ് നടക്കുന്നത്. ആ രീതിയിൽ അങ്ങനെ പങ്ങാരപ്പള്ളി ദേശത്തിൻ്റെ മൊത്തത്തിൽ ഉത്സവമാവുകയും അതിനനുസരിച്ചിട്ട് അവിടുത്തെ ജനങ്ങൾ വളരെ ആകാംക്ഷയോടെ തിരുവാതിരയ്ക്ക് ആതിരയുടെ പരിപാടി കാണാൻ വേണ്ടി വളരെ ആകാംക്ഷപുറം കാത്തിരിക്കുന്നൊരു സ്ഥിതിയാണെന്നുള്ളത്. ഒരു കാരണവശാലും നമുക്ക് ഈ തിരുവാതിര എന്നൊരു ദിവസം മാറ്റിവെച്ചുകൊണ്ട് ഈ പരിപാടി നടത്താൻ സാധിക്കാത്തൊരു സ്ഥലം. അതിൻ്റെ ഉദാഹരണം എന്ന് പറയുന്ന പ്രാവശ്യം പങ്ങാരപ്പള്ളി സെൻറ്റ് ജോസഫ് ചർച്ച്, പിന്നെ അവിടുത്തെ തിരുനാൾ ആഘോഷത്തിന് ഗാനമേള കാര്യങ്ങൾ വരേണ്ട ഈ 12-ാം തീയതി ഞായറാഴ്ചയാണ്. അപ്പോൾ നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഒരു കാരണവശാലും ആതിര 42 വർഷമായിട്ട് നടത്തുകൊണ്ടിരിക്കുന്ന പരിപാടിക്ക് ഒരു മാറ്റം വരുത്താൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ഈ പള്ളിയുടെ പരിപാടി ഒരു ദിവസം മുന്നോട്ട് നീക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവർ 12-ാം തീയതി എന്നുള്ള 13-ാം തീയതിക്കാണ് ആതിരയുടെ പങ്ങാരപ്പള്ളി സെൻറ്റ് ജോസഫ് ചർച്ചിൻ്റെ പിറന്നാളോടനുബന്ധിച്ചുള്ള ഗാനമേള വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ ഈ കൃത്യമായ രീതിയിൽ ഈ തിരുവാതിര ദിവസം തന്നെ ഈ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ചിട്ടുള്ള ജനങ്ങളുടെ എല്ലാവിധമായ സഹകരണമുണ്ട്. പിന്നെ നമ്മുടെ ഈ സാംസ്കാരിക സമ്മേളനത്തിൽ നമ്മൾ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബഹുമാനായ പടിയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഷറഫ് അവറുകളാണ്. അതുപോലെ തന്നെ നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത പ്രഭാഷകനും വോട്ടറുമായ BK സുരേഷ് ബാബുവാണ്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ആശംസ അർപ്പിച്ചുകൊണ്ട് ഇതിനെല്ലാം ഉപരിയായി ആതിരയിലെ മെമ്പറാണ് നമ്മുടെ ചേലക്കര പോലീസ് സ്റ്റേഷനിലും മറ്റുള്ള ഇവിടെ പ്രാദേശികമായിട്ടിരുന്നുണ്ട് സുബ്രഹ്മണ്യൻ സാർ. അദ്ദേഹം ഈ ആതിരയുടെ വായനശാലയിലും അതുപോലെ തന്നെ ആതിര കലാ സാംസ്കാരിക സമിതിയും അംഗമായി കൊണ്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ പ്രവർത്തകരാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈ സേവനം അവസാനിക്കും. അപ്പോൾ അദ്ദേഹത്തിനെയും ഈ ആതിരയുടെ വാർഷികാഘോഷത്തിൽ വെച്ചിട്ട് ആദരിക്കുന്നുണ്ട്. നമ്മൾ ഒരു അനുമോദനം ചെയ്യുവാൻ വേണ്ടി ആദരവും സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ യോഗത്തിൽ നമുക്ക് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്നത് ബഹുമാന്യായ PK ഗോപാലൻ, തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡൻ്റാണ് അദ്ദേഹവും. അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനായ ഗോപി ചക്കുന്നത്ത്, പ്രസിഡന്റ് ചേലക്കര പ്രസ് ക്ലബ്ബ്, ഈ രണ്ടുപേരെ ആശംസകൾ അർപ്പിച്ചു നടക്കുന്നത്. തിരുവാതിര ദിവസം, ധനുമാസ തിരുവാതിര ദിവസം ഉണ്ടെങ്കിൽ വാർഷികം നടത്തിയിരിക്കും എന്നുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഉള്ളൊരു സാംസ്കാരിക സമിതിയും ഗ്രാമീണ വായനശാലയാണ് പങ്ങാരപ്പള്ളി ആതിര. ആതിരയിൽ പ്രത്യേകത എന്ന് പറയുമ്പം സാംസ്കാരിക സമ്മേളനം, അവിടുത്തെ ഏറ്റവും പ്രശസ്തരായ ആൾക്കാർ, പ്രഗത്ഭരെ കൊണ്ടുവന്ന് അവരുടെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി ആൾക്കാർ ഒത്തുകൂടുന്ന, എല്ലാ വർഷവും സാംസ്കാരിക സമ്മേളനത്തിന് അത്ര പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സമിതി ആയതുകൊണ്ട് തന്നെ അത്രമാത്രം പ്രശസ്തരെയാണ് നമ്മൾ ഓരോ വർഷവും കണ്ടെത്തിക്കൊണ്ടിരുന്നത്. ഇപ്രാവശ്യം തന്നെ തലശ്ശേരിയുള്ള VK സുരേഷ് ബാബു എന്ന പ്രധാന പ്രഭാഷകനും മോട്ടിവേറ്ററുമായ അദ്ദേഹത്തെയാണ് ഇവിടെ എത്തിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക സമ്മേളനത്തിൽ പ്രമുഖരെ തന്നെയാണ് മറ്റു കാര്യങ്ങൾക്കായി പങ്കെടുപ്പിക്കാറ്. അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫാണ്. അതുപോലെ നമ്മുടെ പ്രസ് ക്ലബിൻ്റെ പ്രതിനിധിയായിട്ട് നമ്മുടെ പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് ആണ് വരുന്നത്. കൂടാതെ തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ പ്രസിഡന്റ് PK ഗോപാലൻ സാറാണ് ആശംസ അർപ്പിക്കാൻ വരുന്നത്. അതുപോലെ തന്നെ നാടകം, ഈ വാർഷികത്തിന് നാടകം എല്ലാ വർഷവും സ്ഥിരമായി അവതരിപ്പിക്കുന്ന സമിതി എന്നൊരു പ്രത്യേകതയും ആദരിക്കുന്നുണ്ട്. ആതിരയിൽ വാർഷികം നാടകമില്ലാതെ വാർഷികം പൂർത്തിയാകില്ല എന്നുള്ളതും, നാടകത്തെ എന്നും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതും, അതുപോലെ നല്ല നാടകം തിരഞ്ഞെടുക്കാൻ വേണ്ടി ഈ കാലമായി കഴിഞ്ഞ വിവിധ മത്സരവേദികളിൽ അന്വേഷിച്ചിട്ട് ഇതിലെ പ്രവർത്തകർ പോവുകയും അങ്ങനെ സെലക്ട് ചെയ്യുന്നതുകൊണ്ട് നാടകമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അവിടുത്തെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വിവിധ കലാ മത്സരങ്ങൾ ഈ വർഷമാണെങ്കിൽ നേരത്തെ തന്നെ തലേ ദിവസം അവിടുത്തെ മണ്ഡപം ഒഴിവില്ലാത്തതുകൊണ്ട് ഡിസംബറിൽ തന്നെ ഈ സർഗോത്സവം എന്ന പേരിൽ ആതിര വനിതാവേദിയുണ്ട്, ബാലവേദിയുണ്ട്, യുവതയുണ്ട്, സീനിയർ സിറ്റിസൺ ഫോറമുണ്ട്. ഇവരെല്ലാം കൂടിയുള്ള വിവിധ കലാ മത്സരങ്ങൾ നടത്തി അത് എല്ലാ വർഷവും ഇങ്ങനെ കുട്ടികളെയും അവരുടെ കഴിവുകളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞിരിക്കുന്ന ഒരു സംഘടനയാണ്. ഈ പ്രാവശ്യം അതിലുപരിയായിട്ട് നമ്മുടെ സാംസ്കാരിക സമ്മേളനത്തിന് മുന്നോടിയായിട്ട് ഒരു മെഗാ ഫ്യൂഷൻ ഡാൻസ്, ഏകദേശം 40-ൽ പരം കലാകാരന്മാർ അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഫ്യൂഷൻ ഡാൻസും അരങ്ങേറും. കൃത്യം 5:30 തന്നെ ഫ്യൂഷൻ ഡാൻസ് അരങ്ങേറും.
അതിനോടൊപ്പം തന്നെ തുടർന്ന് തന്നെയാണ് സാംസ്കാരിക സമ്മേളനം നടക്കുക. കാരണം 10 മണിക്ക് മൈക്ക് സാങ്ഷൻ്റെ സമയം കഴിയുന്നതുകൊണ്ട് ഈ നാടകമടക്കമുള്ള പരിപാടികൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അപ്പം കൂടാതെ തന്നെ നമ്മുടെ മെമ്പറായ പോലീസ് SI ആയിരുന്ന സുബ്രഹ്മണ്യനെ ഈ മാർച്ച് 31 അദ്ദേഹം വിരമിക്കുകയാണ്. അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ട്. ഈ പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിന് മാധ്യമപ്രവർത്തകരുടെ എല്ലാ പിന്തുണയും ഉണ്ടാവണം, സാന്നിധ്യം ഉണ്ടാവണം. വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം. വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധന കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ 8 മുതൽ പ്രവർത്തിക്കുന്നു. മൂൺസ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, കിള്ളിമംഗലം, ഉതുവടി. ഫോൺ 8129005144.